നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വേനലെത്തും മുൻപേ ചുട്ടുപൊള്ളുകയാണ്. താപനില ഇനിയും ഉയരാൻ സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 6 ജില്ലകളിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. താപനില 37 ഡിഗ്രി വരെ ഉയരാൻ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, തൃശൂർ, കണ്ണൂർ, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് ജില്ലകളിലാണ് മുന്നറിയിപ്പ് ഉള്ളത്. ചുട്ടുപൊള്ളുന്ന ചൂടിൽ ജനജീവിതം ദുസ്സഹമാകുകയാണ്. ഉയർന്ന താപനിലയുടെ ആദ്യത്തെ ഘട്ടമായ യെല്ലോ അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും താപനില ഉയരുമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില കൂടാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് വ്യക്തമാക്കി. ഇന്നലെ തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. രാവിലെ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത കൂടുതലായതിനാൽ തന്നെ പുറത്ത് ജോലിക്ക് പോകുന്നവരും അതുപോലെ തന്നെ കുട്ടികളും ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പിൽ പറയുന്നു. പരമാവധി ശുദ്ധജലം കുടിച്ച് നിർജ്ജലീകരണം തടയണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. എൽ നിനോ പ്രതിഭാസമാണ് കാലം തെറ്റിയുള്ള കനത്ത ചൂടിന് കാരണം. പസഫിക് സമുദ്രത്തിന്റെ ഭൂമധ്യരേഖാ മേഖലയിൽ സമുദ്രോപരിതലത്തെ അസാധാരണമായ വിധത്തിൽ ചൂട് പിടിപ്പിക്കുന്ന പ്രതിഭാസമാണ് എൽ നിനോ. അതിൽ നിന്നുള്ള ചൂട് കാറ്റ് മറ്റ് മേഖലകളിലേക്ക് വ്യാപിക്കുന്നതോടെ താപനില ഉയരുകയാണ്. മാർച്ചിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. എൽ നിനോ പ്രതിഭാസം സജീവമാണ്. ഇനിയും താപനില അതിനാൽ വർദ്ധിക്കും. അതേസമയം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലങ്ങളിൽ ഒന്നാണ് പുനലൂർ. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസം ഇല്ലാതെയുള്ള ചൂടിൽ ബുദ്ധിമുട്ടുന്നതായി ജനങ്ങൾ പറയുന്നു. പകൽ സമയത്ത് നഗരത്തിലേക്ക് എത്തുന്നവരുടെ എണ്ണവും കുറയുന്നുണ്ട്. പകൽ 10 മണിയോട് അടുക്കുമ്പോൾ തന്നെ ഇതാണ് പുനലൂരിലെ അവസ്ഥ. വഴിയോര കച്ചവടക്കാർക്കും കൂലിപ്പണിക്കാർക്കും ചൂട് താങ്ങാവുന്നതിലും അപ്പുറമാണ്. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസം ഇല്ലാത്ത കഠിനമായ ചൂട് കൊണ്ട് വലയുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. ഫെബ്രുവരിയിൽ ഇതാണ് അവസ്ഥയെങ്കിൽ വരും മാസങ്ങൾ എങ്ങനെ എന്നത് ഇവരെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. കഴിഞ്ഞ മാസം ചൂട് 36.8 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തി. നിലവിൽ ശരാശരി താപനില 36 ഡിഗ്രി സെൽഷ്യസ് ആണ്. കഴിഞ്ഞ വർഷം മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ചൂട് 40 ഡിഗ്രിയോട് അടുത്തെത്തി. പലതരത്തിൽ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ ആളുകൾ വഴികൾ തേടുകയാണ്. 3 വശവും മലകളാൽ ചുറ്റപ്പെട്ട പുനലൂരിൽ തമിഴ്നാട്ടിലെ വരണ്ട കാലാവസ്ഥയുടെ സ്വാധീനം ഉൾപ്പെടെയാണ് ചൂട് കൂടാൻ കാരണമായി പറയപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.